വെൽഫെയർ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഈരാറ്റുപേട്ട നഗരസഭ നടത്തിയ നഗരോത്സവത്തിൻ്റെ ആരവങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു പത്രസമ്മേളനത്തിൻ്റെ അനിവാര്യത ഏറെക്കുറെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഈരാറ്റുപേട്ട നഗരോത്സവവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി ഉയർത്തിയ ആ ഒരു നിലപാടിനെ ഒരിക്കൽ കൂടി ഒന്ന് പൊതുസമൂഹത്തോട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ ഡിസംബർ 27 മുതൽ ജനുവരി 5 വരെ ഈരാറ്റുപേട്ടയിൽ വലിയൊരു ആഘോഷ പരിപാടികൾ നടന്നു. ഈ നാടിൻ്റെ കലയും സാംസ്കാരികവും പാരമ്പര്യവും വ്യാപാരവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ വലിയൊരു ഇവൻ്റായിരുന്നു ഈരാറ്റുപേട്ട നഗരോത്സവം എന്ന് നമുക്കറിയാം. ഒരു പ്രാദേശിക ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ കലാ സാംസ്കാരികപരമായ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും പ്രോത്സാഹനീയമാണ്. അതോടൊപ്പം തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനം ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും വിമർശനങ്ങളും പരാതികളും ഒക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് നഗരസഭ പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം നടത്തുമ്പോൾ അത് വളരെ കൃത്യമായി പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിനോടൊക്കെ വളരെ പക്വതയോടുകൂടിയുള്ള ഒരു സമീപനമാണ് നഗരസഭ അധികൃതർ സ്വീകരിക്കേണ്ടത് എന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചു ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കാനുണ്ടായ അനിവാര്യമായ സാഹചര്യം. കഴിഞ്ഞ ദിവസം നഗരസഭയുടെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി. മുഹമ്മദ് ഇല്യാസ് വളരെ ആവേശഭരിതനായി ഇവിടെ ഒരു പത്രസമ്മേളനം ഇങ്ങനെ സംഘടിപ്പിക്കുകയുണ്ടായി. ഞാൻ ആ പത്രസമ്മേളനം അനൗൺസ് ചെയ്തപ്പോൾ ഓർത്തത് 10 ദിവസത്തെ വലിയ ഒരു ആരവങ്ങൾക്ക് ശേഷം അത് പരിപാടി വിജയിപ്പിച്ച ജനങ്ങളോടും നാട്ടുകാരോടും അതുപോലെ തന്നെ അതിൽ സഹകരിച്ച എല്ലാവരോടും നന്ദി പറയാനും അതോടൊപ്പം നഗരസഭയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്ന കുറേ ആരോപണങ്ങളുണ്ട്. അതിന് കൃത്യമായ രൂപത്തിൽ മറുപടി പറയാൻ ഇത്ര വേഗം നഗരസഭ അധികൃതരെ കാണിച്ച ഒരു സൗമനസ്, അതിന് ഞാൻ അഭിനന്ദിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ മീറ്റിംഗ് കണ്ടത്. പക്ഷേ ആ പത്രസമ്മേളനം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിനിടയിലിരുന്ന് നമ്മൾ ആ പത്രസമ്മേളനം വീക്ഷിക്കുമ്പോൾ ഞാൻ നഗരസഭാ ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയും ഒക്കെ ആ ബോഡി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ അല്ലെങ്കിൽ ഒരു നഗരപിതാവ് എന്ന് പറയുന്നവർ എങ്ങനെയാണ് തൻ്റെ അനുയായികൾ പറയുന്ന ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് അതിനെങ്ങനെയാണ് പോസിറ്റീവായിട്ട് അതെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു സംഗതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ വികാരഭരിതനായി നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വൈസ് ചെയർമാനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല ആ പത്രസമ്മേളനത്തിലുടനീളം പ്രതിപക്ഷ സ്വരങ്ങളെ മുഴുവൻ അടിച്ചമർത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു ശൈലിയിലൂടെയാണ് മുമ്പോട്ട് പോയത്. അത് നിങ്ങൾ പ്രിയപ്പെട്ട പത്രസുഹൃത്തുക്കൾക്ക് കാണാൻ അറിയാം. അങ്ങനെയാണോ ഒരു ഇവന്റിന് ശേഷം ഒരു ആരവം അവസാനിച്ച് ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ടതിന് ശേഷം അങ്ങനെയാണോ അതിനെ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനോട് സ്വീകരിക്കേണ്ട നിലപാട് എങ്ങനെയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. വലിയ ഭീഷണിയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു ശൈലിയുമാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്രത്യേകിച്ച് അതിനകത്ത് വെൽഫെയർ പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു അദ്ദേഹം കൂടുതലായി നടത്തിയത്. പ്രതിപക്ഷ കക്ഷികളെയും പ്രതിപക്ഷ പാർട്ടികളെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചതോടൊപ്പം കൃത്യമായ രൂപത്തിൽ വെൽഫെയർ പാർട്ടിയെ ഉന്നമിട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് താക്കീത് നൽകിക്കൊണ്ടുള്ള ഒരു സംസാരവും അതിനകത്ത് വന്നു. അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ച വാക്കുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന അല്ലെങ്കിൽ ഒരു നഗരോത്സവം അവസാനിക്കുന്നതിന് മുമ്പ് കണക്ക് ചോദിക്കുന്ന ഒരാൾക്കാരായി ഒരു മുന്നണി മര്യാദകളൊക്കെ പാലിക്കാത്ത ഒരു രീതിയിൽ വെൽഫെയർ പാർട്ടി മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാട് ഞെട്ടുന്ന അല്ലെങ്കിൽ ഈ ഞങ്ങളുടെ കയ്യിലുള്ള
നിങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞാൽ ഈ നാട് ഞെട്ടും, അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇടപെടരുത് എന്നുള്ള രൂപത്തിലുള്ള ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടായി. അത് പറയാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ എൻ്റെ അവസാനത്തിൽ സൂചിപ്പിക്കാം. അതിന് മുമ്പ് പ്രിയപ്പെട്ട ഇല്യാസിനോട് ഒരു വളരെ സ്നേഹത്തോടുകൂടി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ചുള്ള ഒരു മനോഭാവം നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്. ഈ പാർട്ടി മുന്നണിയിലേക്ക് വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല, അല്ലെങ്കിൽ ഊട് പൊളിച്ചു വന്നവരുമല്ല. വളരെ കൃത്യമായ രൂപത്തിൽ ഇലക്ഷനെ നേരിട്ടുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ മുന്നണി മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈരാറ്റുപേട്ടയിലെ ചെയർമാൻ കസേരയിൽ സൂറ അബ്ദുൽ ഖാദർ ഇരിക്കുന്നുണ്ടെങ്കിൽ, വൈസ് ചെയർമാൻ സ്ഥാനത്ത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇല്യാസ് ഇരിക്കുന്നുണ്ടെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് അതിൻ്റെ അകത്ത് കൃത്യമായ പങ്കുണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെ ആ സംഗതിയെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈരാറ്റുപേട്ടയിൽ പ്രാദേശിക ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കൂടിയാണ്. കഴിഞ്ഞ 4 വർഷമായി അവർ ഒരു പ്രാദേശിക നീക്കുപോക്കിൽ ഒരു മുന്നണി സംവിധാനത്തിൽ മുമ്പോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ UDFന്റെ മുന്നണി സ്ഥാനത്തൊന്നുമല്ല, ഒരു പ്രാദേശിക നീക്കുപോക്കിൽ ഒരു ഇലക്ഷനെ നേരിട്ടുകൊണ്ട് ഞങ്ങൾ 3 കൂട്ടരും കൂടിയാണ് അതിൻ്റെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങൾ, അസ്വാരസ്യങ്ങളും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ സ്വഭാവത്തിൽ തന്നെ മുന്നണിയിൽ ഞങ്ങൾ വിഷയം ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പൊതുവെ ഈരാറ്റുപേട്ടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കുറിച്ചൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു ഇല്യാസ് മനസ്സിലാക്കിയത് ഈരാറ്റുപേട്ടയിലെ ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രം വരുമ്പോൾ വീടുകൾ കയറാനുള്ള ഒരു പാർട്ടിയായി മാത്രം വെൽഫെയർ പാർട്ടിയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നണി സംവിധാനത്തിന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈരാറ്റുപേട്ടയിൽ നഗരോത്സവം, ഇപ്പോൾ 3ാമത്തെ നഗരോത്സവം വരുന്നു. കഴിഞ്ഞ 2 വർഷം ആ നഗരോത്സവം ഇവിടെ ഭംഗിയായി നടന്നു. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായി നടന്നു പോകുന്ന ഒരു പ്രക്രിയ എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ആ വിഷയത്തിൽ പിന്നെ മുന്നണി സംവിധാനത്തിൽ നടക്കുന്ന പോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ സ്വാഭാവികമായി നടക്കുമെന്നുള്ള വിഷയത്തിൽ കൂടുതലായ ഒരു ചർച്ചയൊന്നും നമ്മൾ നടത്തിയില്ല. മുന്നണിയിൽ UDFൽ ഇവർ മുന്നണി മര്യാദകളൊക്കെ പാലിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നവർ ആദ്യം ഈ വിഷയം ഈരാറ്റുപേട്ട UDFൽ ചർച്ച ചെയ്യണമല്ലോ. അങ്ങനെയൊന്നും ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഈരാറ്റുപേട്ടയുടെ നഗരോത്സവം, ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സണും അതുപോലെ പാർലമെന്ററി പാർട്ടി ലീഡർമാരും കൗൺസിലർമാരും ഒക്കെ ചേർന്ന് നടക്കുന്ന ഒരു ഇവന്റ് എന്നുള്ള രൂപത്തിൽ സ്വാഭാവികമായി അതങ്ങും പൊക്കോട്ടെ എന്നുള്ള രൂപത്തിൽ, അതിനൊരു മൗനം സമ്മതം എന്നുള്ള രൂപത്തിൽ നമ്മൾ അനുവാദം കൊടുത്തു ആ വിഷയത്തിൽ. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് നമുക്ക് കയറി ഒരു പാർട്ടി എന്നുള്ള രൂപത്തിൽ അതിൻ്റെ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ട് നടന്നോളും. പക്ഷേ അതിനകത്ത് അതിൻ്റെ പ്രക്രിയകൾ പൂർത്തിയാക്കി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് നഗരോത്സവത്തിൻ്റെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. അത് പറ്റുന്നുള്ള പല വിഷയങ്ങളും ആൾക്കാർ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഊന്നി പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പോലെ സാമ്പത്തിക ക്രയവിക്രയത്തിൽ, അതായത് ഫണ്ട് സോഴ്സിങ്ങിൽ ഒരു സുതാര്യതയില്ല. ഒരു ഭരണഘടനാ സ്ഥാപനം നടത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഫണ്ട് വാങ്ങിക്കുന്നു, ചെലവഴിക്കുന്നു, എവിടെ കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളും കൂടി ഭാഗവാക്കായ ഒരു മുന്നണിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളും കൂടെ മറുപടി പറയണം. അതെന്താണ് എൻ്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങളും പൊതുസമൂഹത്തോട് പറയണമെന്ന് പറഞ്ഞു. ഈ വിഷയം എല്ലാവർക്കും അറിയാം. ഇവിടെ പത്രസമ്മേളനം നടത്തിയ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇല്യാസും അതുപോലെ സുനിൽകുമാറും ഒക്കെ ആ വിഷയം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. സൺറൈസിന്റെ ഇന്ന് 10 ലക്ഷം രൂപ മേടിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്കും ഈ ആരോപണങ്ങൾ മൊത്തം അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പാർട്ടിയിലും പാർട്ടി പ്രവർത്തകരും ഒക്കെ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്കൊന്ന് അതിനൊരു ഒരു ക്ലിയർ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് ഈ ഈരാറ്റുപേട്ടയിലെ മുന്നണി നേതാക്കളുമായിട്ട് സംസാരിക്കാം എന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ UDFന്റെ ചെയർമാൻ, UDFന്റെ കൺവീനർ, മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ പ്രസിഡന്റ്, സെക്രട്ടറി, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇവരെല്ലാം ഇതേ ഒരു അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതുപോലെ വെൽഫെയർ പാർട്ടിയുടെ നയം വ്യക്തമാക്കാതിരിക്കാൻ കഴിയല. ഞങ്ങൾക്ക് കുറേ സമ്മർദ്ദങ്ങളുണ്ട്, പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദമുണ്ട്, നാട്ടുകാരുടെ ഭാഗത്ത് സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് നിങ്ങളോടും കൂടെ ഒന്ന് സൂചിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ വെൽഫെയർ പാർട്ടിയുടെ നിലപാട് പറയുന്നതിന് എന്താ കുഴപ്പം, നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനം പറയാമല്ലോ എന്ന് പറഞ്ഞു.
അപ്പം ഈ UDF ഭാഗത്തു നിന്നുകൂടെ ഇങ്ങനെ ഒരു അനുകൂലമായ ഒരു തീരുമാനം വന്നപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു പത്രക്കുറിപ്പ് കൊടുക്കാം, ചെറിയൊരു പത്രക്കുറിപ്പ് കൊടുത്ത് നമ്മുടെ നയം വ്യക്തമാക്കാം എന്ന് കണ്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഒരു പത്രസമ്മേളനം വിളിച്ചില്ല, ഒരു പത്രക്കുറിപ്പ് പാർട്ടിയുടെ വകയായിട്ട് കൊടുത്തു. അതായത് ഈ നഗരോത്സവം നടത്തുന്ന നഗരസഭാ അധികൃതരെ അഭിനന്ദിച്ചുകൊണ്ട് അതോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് ഫണ്ട് സോഴ്സിങ്ങിനെ കുറിച്ച്, ഫണ്ട് റൈസിങ്ങിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ കുറെ അപഖ്യാതി പടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിന്റെ നടത്തിപ്പുകാർ ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ കാണിച്ചുകൊണ്ട് ഈ നഗരോത്സവം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പത്രക്കുറിപ്പ് കൊടുത്തു. ഈ പത്രക്കുറിപ്പാണ് ഈ നഗരോത്സവം അവസാനിച്ചതിന്റെ തൊട്ടു പിറ്റേന്ന് തന്നെ വളരെ വെപ്രാളത്തോടുകൂടി പരവേശത്തോടുകൂടി വന്നുകൊണ്ട് ഇവിടെ നിന്ന് പത്രസമ്മേളനം നടത്താൻ മുനിസിപ്പൽ അധികൃതർക്ക് ഈ പറഞ്ഞ പോലെ അവരെ സമ്മർദ്ദത്തിലാക്കിയത്. പഴയ ഈ കാരണവർ പറയാറുണ്ട്, ഉള്ളത് പറയുമ്പോൾ തുള്ളൽ കൂടും എന്ന് പറയുന്ന രൂപത്തിലാണോ അതിന് മറുപടി പറയാൻ വന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇങ്ങനെ പല ആൾക്കാരും ഒരാക്ഷേപം പറഞ്ഞു. പരിപാടി കഴിഞ്ഞ ഉടനെ കണക്ക് അവതരിപ്പിക്കണമെന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ കണക്കുകൾ ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായി വന്ന വരവും കൃത്യമായി വന്ന ചെലവും നിങ്ങൾ ജനങ്ങളോട് പറയണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞതിനാണ് വെൽഫെയർ പാർട്ടിയെ കടന്നാക്രമിക്കുന്ന രൂപത്തിൽ നിങ്ങളും വലിയ ശുദ്ധന്മാരായിട്ടൊന്നും പറയേണ്ടതില്ല, നിങ്ങളെക്കുറിച്ച് നാടറിഞ്ഞാൽ നാണം കെട്ടു പോകുന്ന എന്തോ വലിയ പ്രഹരശേഷിയുള്ള ഒരു സാധനം ഞങ്ങളുടെ കയ്യിലുണ്ടായി ഞങ്ങൾ പുറത്തു വിടുമെന്ന് പറയും. പക്ഷെ അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ. ഈ കഴിഞ്ഞ 4 വർഷമായി അങ്ങനെ വലിയ ഒരു സംഗതിയുമായിട്ടാണ് ഈ മുനിസിപ്പൽ ഭരണസമിതി മുമ്പോട്ട് പോകുന്നെങ്കിൽ അത് ഭയങ്കര സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അത് കണക്ക് ചോദിക്കുന്ന സമയത്ത് മാത്രം പുറത്തുവിടേണ്ട സംഗതി അല്ലല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ കൗൺസിലർമാരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയെക്കുറിച്ച്, പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് ഇങ്ങനെ ഗുരുതരമായ എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ നഗരസഭ നടത്തിയ നഗരോത്സവത്തിന്റെ കണക്ക് പുറത്ത് വിടണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുള്ള മറുപടി അല്ലല്ലോ ഇത്. അത് സമയബന്ധിതമായി നമ്മളോട് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ആ വിഷയത്തിൽ നിലപാടെടുക്കും. ആ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന വിഷയത്തോട് നമ്മൾ കൃത്യമായി പാർട്ടി ഇടപെടുകയും പാർട്ടി ഇടപെടേണ്ട വിഷയമാണെങ്കിൽ പാർട്ടി തീരുമാനം എടുക്കുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുനിസിപ്പൽ ചെയർമാനോടും വൈസ് ചെയർമാനോടും ഒക്കെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, അങ്ങനത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊന്നും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്, ദീർഘിപ്പിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞ നിലപാടിൽ വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ പത്രക്കുറിപ്പിൽ പറഞ്ഞ ആ പത്രക്കുറിപ്പ് കാണാത്തവരും കൂടി അറിഞ്ഞോട്ടെ എന്നുള്ള വിധത്തിലാണ് ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ ഞങ്ങൾ നിർബന്ധിതരായത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നഗരോത്സവം ഒരു ഭരണഘടനാ സ്ഥാപനമായ നഗരസഭയാണ് നടത്തിയത് എങ്കിൽ അതിൽ വന്ന ഫണ്ടുകളുടെ കണക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നു. 50 ലക്ഷം രൂപ വരവും 60 ലക്ഷം രൂപ ചെലവും 10 ലക്ഷം രൂപ നഷ്ടവും എന്നുള്ള ഓടക്കണക്കല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത്. മറിച്ച് ഇവിടെ സുനിൽകുമാർ സൂചിപ്പിച്ചു, സൺറൈസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്പോൺസർ കൊടുത്തത് 3.5 ലക്ഷം രൂപയാണ്. അതിന്റെ താഴേക്ക് ഏറ്റവും അവസാനം വരെ 100 രൂപ വരെ ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന കൊടുത്തവരുടെ ലിസ്റ്റ് പുറത്തു വിടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളോട് പലരും സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളായ, ഞങ്ങളുടെ ബന്ധുക്കളായ, ഞങ്ങളുടെ കുടുംബക്കാരായ പല ആൾക്കാരും അതിന് ഇത്ര രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, റെസിപ്പി വന്നിട്ടില്ല. അപ്പൊ ആ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ മറ്റു പലരോടുമുണ്ട്. അപ്പൊ നഗരസഭ പുറത്തുവിടുന്ന കണക്കും ഈ കണക്കും തമ്മിൽ യോജിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കണം. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ PMC ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന്റെ ഡൊണേറ്റ് ചെയ്തവരുടെ പേര് വളരെ കൃത്യമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നാടിന്റെ ഒരു നഗരോത്സവത്തിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തവരുടെ പേര് പുറത്തുവിടുന്നത് എന്താ കുഴപ്പം? അത് അവർക്കും കൂടെ ഒരു പ്രോത്സാഹനമല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിലേക്ക് ഇതിന്റെ കൃത്യമായ കണക്ക് വിടണം. എന്നിട്ട് മൊത്തത്തിൽ പറഞ്ഞിട്ട് ഇതിന്റെ നഷ്ടം ഉണ്ടായി എന്ന് പറയരുത്. നിങ്ങൾ എത്രയാ നഷ്ടം എന്ന് പറയാം. ഇവിടെ ഒരു UDF സംവിധാനം ഉണ്ടല്ലോ ഈരാറ്റുപേട്ടയിൽ. അങ്ങനെയാണല്ലോ ഇതിനെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 ലക്ഷം രൂപ നഷ്ടമുണ്ട്. UDF കമ്മിറ്റിയിൽ വെച്ചാൽ അത് എവിടെ നിന്നാണ് നഷ്ടം വന്നതെന്ന് പരിശോധിച്ചാൽ ആ നഷ്ടം പരിഹരിക്കാനും കൂടി ഞങ്ങളുണ്ട്. അല്ലാതെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ മാത്രമല്ല ഞങ്ങൾ UDF-യുടെ വെൽഫെയർ പാർട്ടി ഉള്ളത്. വളരെ കൃത്യമായ രൂപത്തിൽ UDF-ന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിച്ചാൽ ഇത്ര രൂപ നഷ്ടമുണ്ട്, നാടിന് വേണ്ടി നടത്തിയ ഒരു നഗരോത്സവത്തിൽ ഇത്ര രൂപ നഷ്ടമുണ്ടെന്ന് UDF-ന്റെ മുമ്പിൽ സത്യസന്ധമായി വെച്ചാൽ അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതിലെന്താ ശരിക്കുന്നത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യം സംസാരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഇതിൻ്റെ അകത്ത് മാറ്റി നിർത്താനുള്ള ഒരു ശ്രമവും നടക്കണ്ട.
മുന്നണിയുമായിട്ട് നല്ല സൗഹൃദത്തിലും ബന്ധത്തിലുമാണ് ഞങ്ങൾ പോകുന്നത്. ഓരോ വിഷയത്തിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രൂപത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് തന്നെ ഞങ്ങൾ പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല ഈരാറ്റുപേട്ടയിൽ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പ്. ഇത് പ്രിയപ്പെട്ട യൂസഫ് ബാടി ഇരിപ്പുണ്ട്. ഈ 2 ഉപതെരഞ്ഞെടുപ്പിന്റെയും ചാർജ് യൂസഫിനായിരുന്നു. ഊണ് ഉറക്കം ഒഴിച്ചുകൊണ്ട് അവിടെ ശക്തമായ വെൽഫെയർ പാർട്ടിയുടെ അവിടെ പ്രവർത്തനം കാഴ്ചവെച്ചു. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന കുടിവേലി തെരഞ്ഞെടുപ്പിൽ എന്തൊരു പെർഫോമൻസാണ് കാണിച്ചത്? അവിടുത്തെ പാർട്ടിക്കാർ പറയാത്ത പോലും കണക്കുകൾ അത്രത്തോളം വോട്ടർ പട്ടിക കൃത്യമായിട്ട് പെടുത്തിയിട്ട് 100-110 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് വെൽഫെയർ പാർട്ടിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതാവിന് കഴിയുമെങ്കിൽ അത് കൃത്യമായി പഠിച്ച് ഞങ്ങൾ ആ രൂപത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾക്ക് ഒരു അകൽച്ചയില്ല. കൃത്യമായി ഞങ്ങൾ പറയാറുണ്ട്. ഇവിടുത്തെ ജനങ്ങളും പൊതുസമൂഹവും ഒക്കെ പറഞ്ഞ ഒരു വിഷയമാണ് ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കണമെന്ന്. അത് വളരെ കൃത്യമായ രൂപത്തിൽ അവതരിപ്പിച്ച് മുമ്പോട്ട് പോകണം. ഇപ്പൊ ഇവിടെ പ്രിയപ്പെട്ട SK നൗഫലുണ്ട്, അതുപോലെ തന്നെ സഹല ഉണ്ട്, 2 കൗൺസിലർമാരുണ്ട്. നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്ക് ആരുടെ ഭാഗത്തു നിന്നാണ്? SKയുടെ ഭാഗത്തു നിന്നാണോ, അല്ലെങ്കിൽ ഡോക്ടർ സഹലയുടെ ഭാഗത്തു നിന്നാണോ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണോ? അവരെന്താ ചെയ്തതെന്ന് വളരെ കൃത്യമാക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ പറയണം. അല്ല ഞങ്ങൾ പറയും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ പ്രിയപ്പെട്ട SK നൗഫലുണ്ട്. ഈരാറ്റുപേട്ടയിലെ UDFന് പോലും അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള 2 വാർഡുകൾ, പ്രത്യേകിച്ച് സവിശേഷമായി മാതാക്കൽ വാർഡ്, വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പരിപാടികളൊക്കെ മാതൃകാപരമായി നടത്തി അവിടെ കപ്പയിട്ട് കപ്പയുടെ ഉത്സവം നടത്തി അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് മേടിക്കാനൊക്കെ പൈസ കൊടുത്തുകൊണ്ട് വളരെ നൂതനമായ ആശയങ്ങൾ ഓരോ വാർഡിൽ നടത്തിക്കൊണ്ടിരിക്കുക. വെൽഫെയർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം മാതാക്കർ 6-ാം വാർഡിലുണ്ട്. ഒരൊറ്റ 28 വാർഡിലും ഇല്ലാത്ത ഒരു സംവിധാനമാണ്. ജനങ്ങളെ ടൗണിലേക്ക് കൊണ്ടുവന്ന് അക്ഷയയുടെ മുമ്പിലും ജനസേവന മുമ്പിലും കാത്തു നിർത്താതെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വളരെ മാതൃകാപരമായ രൂപത്തിൽ അവർക്ക് സേവന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ടൗണിലും അതുപോലെ തന്നെയുള്ള പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു റോഡിന്റെ വിഷയം മാത്രമുള്ള അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ പരിഹരിക്കപ്പെടും. വളരെ നല്ല രൂപത്തിലാണ് കൗൺസിലർമാർ അവരുടെ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് സംസാരം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി ഈ നഗരോത്സവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 2 സംഗതികൾ ഒന്നുകൂടി ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമായ നഗരസഭ നടത്തിയ ഈ പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ വളരെ കൃത്യമായ രൂപത്തിൽ നിങ്ങൾ വെക്കണം. നിങ്ങൾ ആദ്യം ഓടി വന്ന് പ്രസ് ക്ലബിലേക്ക് അല്ലായിരുന്നു വരേണ്ടത് എന്ന ഒരു സംഗതിയും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ കണക്ക് അവതരിപ്പിക്കുന്ന ആദ്യം കൗൺസിലിൽ വെക്കും, അത് കഴിഞ്ഞ് UDFൽ വെക്കും, അത് കഴിഞ്ഞാണ് പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ വിളിച്ച് പറയേണ്ടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തോ കൃത്യമായ രൂപത്തിൽ മറയ്ക്കുന്നുണ്ട് എന്ന ആരെയോ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു സംഗതിയാണ് ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി പറഞ്ഞ വിഷയത്തിൽ വളരെ കൃത്യമായി ഉറച്ചു നിന്നതിൻ്റെ നിലപാടുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ ഈരാറ്റുപേട്ടയിലെ മാധ്യമ സുഹൃത്തുക്കളെ, വെൽഫെയർ പാർട്ടി ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അസീബ് വെളിയത്ത്, മണ്ഡലം സെക്രട്ടറി യൂസഫ് ഇബ, പാർട്ടിയുടെ മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി ലീഡർ SK നൗഫൽ, പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി അംഗം BM ഷഹീർ, എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കാര്യങ്ങൾ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുള്ള സ്ഥിതിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തിന് ബോധ്യമുള്ളിടത്തോളം കഴിഞ്ഞ 4 വർഷക്കാലമായി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഈ നാടിന്റെ സമഗ്ര വികസനവും സുസ്ഥിര ഭരണവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് നേരിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിലെ പൊതുജനങ്ങൾ നൽകിയ ആ വിജയത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ടാണ് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നടത്തി പോന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിലൊക്കെയും മുന്നണി മര്യാദകൾ കൃത്യമായി പാലിച്ചുകൊണ്ടും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടും വളരെ സന്തോഷത്തോടു കൂടിയും സൗഹൃദത്തോടു കൂടിയുമാണ് ഈ ദിവസം വരെയും ഈ മുനിസിപ്പൽ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 4 വർഷത്തെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനുകളിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഈ 2 ഡിവിഷനുകളിലായി കോടിക്കണക്കിന് രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ വെച്ചിട്ടുള്ളതെന്ന് പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. തീർച്ചയായും ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ പാർട്ടി എന്നും ജാഗരൂകരായിരിക്കും. ഈരാറ്റുപേട്ട നഗരോത്സവവുമായി ബന്ധപ്പെട്ട്
പ്രതിപക്ഷ കക്ഷികളിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ സമൂഹത്തിൽ വ്യാപകമായ അർത്ഥത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഒരു പത്രക്കുറിപ്പിലൂടെ സുതാര്യമായ ഒരു കണക്ക് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് മറുപടി എന്നോണം നഗരസഭാ ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈരാറ്റുപേട്ടയിലെ ജനങ്ങളെ ഞെട്ടിത്തെരിപ്പിക്കുന്ന എന്തോ ഒരു സംഗതി നഗരസഭാ ഭരണത്തിന് നേതൃത്വം നൽകുന്ന വൈസ് ചെയർമാന്റെയും ചെയർമാന്റെയും കസ്റ്റഡിയിലുണ്ട്. അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടിയും ഇവിടുത്തെ ജനങ്ങളും ഞെട്ടുമെന്നർത്ഥത്തിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അത് ഉന്നയിച്ച ആളുകളോട് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, കഴിഞ്ഞ 4 വർഷക്കാലം നിങ്ങൾ ചെയർമാൻ കസേരയിലും വൈസ് ചെയർമാൻ കസേരയിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ 2 കൗൺസിലർമാരുടെ കൃത്യമായ പിന്തുണയോടുകൂടിയാണ് ഭരണം മുമ്പോട്ട് പോകുന്നത്. അവർക്കെതിരെ ആ അർത്ഥത്തിലുള്ള ഗുരുതരമായ അഴിമതി അവർക്കെതിരെയോ പാർട്ടിക്കെതിരെയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞ അഴിമതി, നിങ്ങൾ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത സ്വാഭാവികമായിട്ടും ഒരാളുടെ ഭാഗത്ത് ഇങ്ങനെ അഴിമതി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് 4 വർഷം കാത്തിരിക്കേണ്ടതില്ലായിരുന്നു. അതിന് ഈരാറ്റുപേട്ടയിൽ സംവിധാനങ്ങളുണ്ട്. നമ്മളൊരു മുന്നണിയാകുമ്പോൾ സ്വാഭാവികമായും UDF ആ വിഷയം ഉന്നയിക്കാം. പിന്നെ UDF ഉന്നയിച്ചിട്ട് ആ വിഷയത്തിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാം. അതിനൊന്നും ഈ നഗരോത്സവം വരെ കാത്തിരിക്കേണ്ട യാതൊരു സാഹചര്യവും നിങ്ങൾക്കില്ലായിരുന്നു. ആ അർത്ഥത്തിൽ സ്വാഭാവികമായും മുന്നണികളും ഭരണമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അത് സമയാസമയങ്ങൾ പരിഹരിച്ചു പോവുക എന്നുള്ളതാണ് ജനാധിപത്യമായ ഒരു മര്യാദ. അതിനപ്പുറം ഉണ്ടയില്ല പൊട്ടിച്ചുകൊണ്ട് പാർട്ടിയെയും പാർട്ടിയുടെ കൗൺസിലർമാരെയും പൊതുജന മധ്യത്തിൽ അവഹേളിക്കാൻ തരത്തിലുള്ള ആരോപണമാണ് ബഹുമാന്യ വൈസ് ചെയർമാൻ നഗരസഭാ അധ്യക്ഷയുടെ സാന്നിധ്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ നിങ്ങൾ മാന്യന്മാരാണെങ്കിൽ രാഷ്ട്രീയ മാന്യത പാലിച്ചുകൊണ്ട് നിങ്ങൾ ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹരല്ല എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളെ മെറിറ്റിൽ നിന്നുകൊണ്ട് കാണാൻ പാർട്ടി തയ്യാറാണെന്ന് ബഹുമാന്യ മുനിസിപ്പൽ പ്രസിഡന്റോട് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നഗരോത്സവവുമായി ബന്ധപ്പെട്ട് ദൈനംദിന കാര്യങ്ങൾ മുന്നണി നേതൃത്വവുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പാർട്ടി പോയിട്ടുള്ളതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ബഹുമാന്യനായ UDF കൺവീനറെയും UDF ചെയർമാനെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും സമയാസമയങ്ങളിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, നഗരസഭാ ഭരണത്തിന് നേതൃത്വം ഞങ്ങളുടെ കൗൺസിലർ ഇപ്പോൾ SK നൗഫലിലൂടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഈ നഗരോത്സവവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളിൽ സഹകരിച്ച ഒരാളാണ്. സ്വാഭാവികമായും പാർട്ടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സഹകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിലല്ല. അപ്പൊ സ്വാഭാവികമായും ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്കിടയിൽ കൊണ്ട് ആശങ്ക പാർട്ടി ഏറ്റവും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ അസഹിഷ്ണുത പൂണ്ട്, വെപ്രാളം പൂണ്ട് വാർത്താ സമ്മേളനം വിളിച്ച് ഉണ്ടയില്ല വെടിപൊട്ടിക്കുകയല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതെന്നും പാർട്ടി ഏറ്റവും സാമാന്യ ജനാധിപത്യ മര്യാദയോടു കൂടിയാണ് ഈ വിഷയത്തിൽ ഇന്നുവരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. മറ്റൊരു ലക്ഷ്യവും പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാന്യരായ, ഇനിയും നമുക്ക് മുമ്പോട്ടൊരു വർഷം ഈ ഭരണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ഒരു വർഷം എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ഈരാറ്റുപേട്ടയിലെ നഗരഭരണത്തെ വിലയിരുത്തുന്ന ഒരു കാലയളവ് കൂടിയാണ്. കഴിഞ്ഞ 4 വർഷത്തെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത ഒരു വർഷം എന്തൊക്കെ വീഴ്ചകളാണോ നമ്മൾ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ യോജിച്ച് നിന്ന് മുമ്പോട്ട് പോകണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം വരുന്ന ഇലക്ഷനിലും ഒരുമിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ട് വളരെ സൗഹാർദ്ദപരമായി ഈരാറ്റുപേട്ടയിലെ രാഷ്ട്രീയത്തെ, ഈരാറ്റുപേട്ടയിലെ ഭരണത്തെ മുമ്പോട്ട് നീക്കണമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. മുന്നണി നേതൃത്വമായോ മുന്നണിയിലെ പാർട്ടികളുമായോ യാതൊരു അസ്വാരസ്യങ്ങളും നിലവിൽ പാർട്ടിക്കില്ല. പക്ഷേ ഉന്നയിച്ച ആരോപണങ്ങളെ സത്യസന്ധമായി അവതരിപ്പിച്ചുകൊണ്ട് അതിൽ കൃത്യത വരുത്തണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.